എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ഒരു മോശം ഷോ ആയത്? അതിന്റെ ചില കാരണങ്ങൾ പറയാം. അതുപോലെ തന്നെ റോമൻ റെയിൻസ് ഒരു വേറെ ലെവൽ പ്രോമോ കട്ട് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ അതും ആ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നില്ല. അതുപോലെ തന്നെ AJ സ്റ്റൈൽസിന്റെ റിട്ടേൺ കൺഫേം ആയിരുന്നു ഏകദേശം. അതും WWE ഒഴിവാക്കി വിട്ടു. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം മുൻ WWE ചാമ്പ്യൻ ബോബി ലാഷ്ലി WWE വിട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി, അതായത് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാത്ത കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഇന്റർവ്യൂവിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നും ഈ വീഡിയോയിൽ നോക്കാം. അതുപോലെ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ച് ബാഷ് ഇൻ ബെർലിനിൽ കാണാൻ സാധിക്കുമോ എന്നും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതിൽ ഒന്നാമതായി പറയാൻ പോകുന്നത് ഇപ്പോൾ ഫാൻസിന് വന്നിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങളാണ്. അതായത് റോമൻ റെയിൻസ് ഇക്കഴിഞ്ഞ സമ്മർ സ്ലാമിൽ ഒരു വേറെ ലെവൽ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്ത് റോമൻ റെയിൻസ് വന്നിരുന്നു. അപ്പോൾ ഇതിനാണ് രണ്ട് അഭിപ്രായം വന്നിട്ടുള്ളത്. അതായത് ഒരു ഭാഗം ഫാൻസ് പറയുന്നത് റോമൻ റെയിൻസ് സമ്മർ സ്ലാമിൽ റിട്ടേൺ ചെയ്തത് ശരിയായില്ല എന്നും, അതിനേക്കാൾ മുൻപായിട്ട് ജിം യൂസോ, ജെ യൂസോ ഇവരെ റീയൂണിയൻ ചെയ്യിപ്പിച്ച് ബ്ലഡ് ലൈനിനെതിരെ സ്റ്റോറി ചെയ്തുകൊണ്ട് അവസാനം ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോമൻ വരണം എന്നായിരുന്നു ഭൂരിഭാഗം ഫാൻസ് പറഞ്ഞത്. എന്നാൽ പകുതി മുക്കാൽ ഫാൻസും പറയുന്നത് റോമൻ സമ്മർ സ്ലാമിൽ വന്നതാണ് ശരി എന്നാണ്. അപ്പോൾ ഇതിലേതാണ് നല്ലത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ WWE ചെയ്തതാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജെയൂസോ, ജിമ്യൂസോ വന്ന് സ്റ്റോറി ചെയ്യുന്നതിനേക്കാൾ ട്രിപ്പിൾ ഇരട്ടി പവർ ആയിട്ടുണ്ട് റോമൻ വന്ന് ആ ഒരു പ്രതികാരം തീർത്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റോമൻ വന്ന് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് ഫാൻസിന്റെ അഭിപ്രായമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അടുത്ത ന്യൂസ് റോമൻ റെയിൻസിന്റെ തീം മ്യൂസിക്കിനെ പറ്റിയാണ്. അതായത് റോമൻ റെയിൻസിന്റെ തീം മ്യൂസിക് ഇപ്പോൾ നമുക്കറിയാം റസൽമേനിയയിൽ വന്ന അതേ തീം മ്യൂസിക് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു കാരണം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് റോമൻ റെയിൻസ് ഇപ്പോൾ ഫേസ് ടൈം ചെയ്തതുകൊണ്ട് WWE റോമൻ റെയിൻസിന് ഒരു പുതിയ തീം മ്യൂസിക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു തീം മ്യൂസിക് ഉടനെ തന്നെ വരും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ വർക്കിലാണ് ഇപ്പോൾ WWE ഉള്ളത് എന്ന്. അപ്പോൾ എന്നാണ് ആ തീം മ്യൂസിക് വരിക എന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും റോമന്റെ തീം മ്യൂസിക് ഉടനെ തന്നെ മാറാനാണ് ചാൻസ് ഉള്ളത്. പുതിയ തീം മ്യൂസിക്കിൽ ഒറിജിനൽ ട്രൈബൽ ചീഫ് വരുന്നത് കാണാൻ നമ്മൾക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് ഏത് തീം മ്യൂസിക്കാണ് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക. ട്രൈബൽ ചീഫിന്റെ ആണോ അതോ ഇപ്പോഴത്തെ ആണോ അതോ മുൻപ് ഉപയോഗിച്ച ഷീൽഡിന്റെ തീം മ്യൂസിക് ആണോ റോമന് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ റോമനെ പറ്റി മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് റോമൻ ഇപ്പോൾ ഫേസ് ആയതുകൊണ്ട് ജേക്കബ് ഫർട്ടോ എല്ലാം വന്നതിന് ശേഷം റോമന് നിറയെ അടി കിട്ടുന്നതായിട്ട് WWE കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് നമ്മൾക്ക് വരും. പിന്നീട് റോമൻ അതിനെല്ലാം തിരിച്ച് പ്രതികാരം ചെയ്യും. സാധാരണ ഫേസ് റെസ്ലേഴ്സിന്റെ സ്റ്റോറിയിൽ ഇങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത്. ധൈര്യം നോക്കാം. ഇനി അടുത്ത ന്യൂസ്, ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റ് WWE പുതിയ ഡീൽ, അതായത് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. LA നൈറ്റിന്റെ കോൺട്രാക്ട് ഒന്നും ഇപ്പോൾ തീർന്നിട്ടില്ല. ഏകദേശം 2025 ഫസ്റ്റോട് കൂടിയാണ് തീരുക. എന്നാലും LA നൈറ്റ് മുൻകൂട്ടി പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതും ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആണ്. LA നൈറ്റിന് ആ കോൺട്രാക്റ്റിൽ നല്ല സാലറിയും ഫ്യൂച്ചർ പ്ലാൻ എല്ലാം ഉൾപ്പെടുത്തി കാണും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ LA നൈറ്റ് ഫാൻസിന് വീണ്ടും ഏകദേശം 3 അല്ലെങ്കിൽ 5 വർഷത്തോളം LA നൈറ്റിന് WWE കാണാൻ സാധിക്കും. ഇനി ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എന്തുകൊണ്ടാണ് മോശം ഷോ ആയത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഷോ കയ്യിൽ നിന്ന് പോകാൻ കാരണം ഇവർ കൺഫേം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം എടുത്തു മാറ്റിയതുകൊണ്ടാണ്. അതുപോലെ മാച്ചുകളിലും നിറയെ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. റോമൻ റെയിൻസിന്റെ സെഗ്മെന്റിലും ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു പക്ഷേ ജേക്കബ് ഫർട്ടോന് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ റോമൻ റെയിൻസിനെ ജേക്കബ് ഫർട്ടോ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യും. എന്നാൽ ജേക്കബ് ഫർട്ടോന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് സ്മാക്ക് ഡൗണിന്റെ സെഗ്മെന്റിൽ ചെറിയ ചേഞ്ച് എല്ലാം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും റോമന്റെ ആ സെഗ്മെന്റ് എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. ആ സെഗ്മെന്റിൽ ഒരു കുറവും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുപോലെ നിറയെ കാര്യങ്ങൾ സ്മാക്ക് ഡൗണിൽ ചേഞ്ച് വരുത്തിയതുകൊണ്ടാണ് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മൊത്തത്തിൽ കയ്യിൽ പോയത്. പിന്നെ വുമൺസ് ഡിവിഷനെ പറ്റി ഞാൻ റിവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് ഇവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാരണം, ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ AJ സ്റ്റൈൽസ് വരുമെന്ന് ഏകദേശം കൺഫേം ആയി. ഇവര് അവിടെ പരസ്യം വരെ ചെയ്തതാണ് AJ സ്റ്റൈൽസിന്റെ വരവ് ആ സ്മാക്ക് ഡൗണിൽ കാണണം എന്ന ടൈപ്പിലെല്ലാം. എന്നാൽ അവസാന നിമിഷം AJ സ്റ്റൈൽസിന്റെ പ്ലാൻ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു സെഗ്മെന്റ് ഉൾപ്പെടെ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ബാഷ് ഇൻ ബെർലിൻ നടക്കുന്നതിനേക്കാൾ മുൻപ് ഒരു സ്മാക്ക് ഡൗണിൽ AJ സ്റ്റൈൽസ് വരും എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ സ്മാക്ക് ഡൗൺ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്.
ഇനി അടുത്തത് മുൻ WWE ചാമ്പ്യനായ ബോബി ലാഷ്ലിയെ പറ്റി പറയാം. അതായത് ബോബി ലാഷ്ലി WWE കൊടുത്ത പുതിയ ഓഫറൊന്നും സൈൻ ചെയ്യാതെയാണ് മുന്നോട്ട് പോയത്. അതായത് ആ ഒരു കോൺട്രാക്റ്റ് എല്ലാം ഹോൾഡ് ചെയ്തുകൊണ്ട് പിന്നീട് സൈൻ ചെയ്യാം എന്ന ടൈപ്പിലല്ല. എന്നാൽ ലാഷ്ലി ഇതേവരേക്കും ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ബോബി ലാഷ്ലി WWE എല്ലാ ഡീലും കറക്റ്റായിട്ടും അവസാനിച്ച് ഒരു ഫ്രീ ഏജന്റ് ആയിട്ടുണ്ട് ബോബി ലാഷ്ലി. അതിനുശേഷമാണ് ഒരു ഇന്റർവ്യൂവിൽ ബോബി ലാഷ്ലി പറയുന്നത് ട്രിപ്പിൾ എച്ചും വിൻസ് മിക്മാനും തമ്മിലുള്ള വ്യത്യാസം. അതായത് വിൻസ് മിക്മാൻ ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് നടക്കാൻ പോകുന്ന ഒരുവിധം പേപ്പറുവിലെല്ലാം മാച്ച് ഉണ്ടാകുമെന്നും ആ മാച്ചിന്റെ സ്റ്റോറി ലൈൻ, അതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് അവസരം, ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള അവസരം, ഇതെല്ലാം നിറയെ വിൻസ് മിക്മാൻ തരും എന്നാണ് ബോബി ലാഷ്ലി പറഞ്ഞത്. അതേസമയം ട്രിപ്പിൾ എച്ചിന്റെ ഇറയിലേക്ക് വന്നപ്പോൾ തനിക്ക് വലുതായിട്ട് പേപ്പറുവിൽ മാച്ച് ഒന്നും ഇല്ല എന്നും അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് അവസരമില്ല, അല്ലെങ്കിൽ താൻ പറയുന്ന പ്ലാൻ ഒന്നും ട്രിപ്പിൾ എച്ച് കേൾക്കുന്നില്ല എന്ന ടൈപ്പിലെല്ലാം ബോബി ലാഷ്ലി ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വിൻസ് മിക്മാൻ ആണ് ബോബി ലാഷ്ലിക്ക് നല്ലത്, ട്രിപ്പിൾ എച്ച് അത്രയ്ക്ക് സെറ്റല്ല എന്ന്. അപ്പോൾ ലാഷ്ലി പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സത്യമാവാൻ ചാൻസ് ഉണ്ട്. കാരണം വിൻസ് മിക്മാൻ എപ്പോഴും മുൻപുള്ള റെസ്ലേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക. എന്നാൽ ട്രിപ്പിൾ എച്ച് അങ്ങനെയല്ല, വളർന്നു വരുന്ന റെസ്ലേഴ്സിനെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഗോൾഡ്ബർഗിന് പോലും ഇപ്പോൾ മാച്ച് ഒന്നും കിട്ടാത്തത്. അപ്പോൾ ഇതുപോലെയുള്ള ചില അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ടാണ് ബോബി ലാഷ്ലി കോൺട്രാക്ട് സൈൻ ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെച്ച് ഇപ്പോൾ WWE വിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. മാക്സിമം ബോബി ലാഷ്ലി AEWയിലേക്ക് പോകാനാണ് ചാൻസ്. ഇനി അതിനേക്കാൾ മുൻപായിട്ട് ട്രിപ്പിൾ എച്ച് വീണ്ടും സംസാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നറിയില്ല. എന്തായാലും ലാഷ്ലി ഇതേവരേക്കും കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റ് ആണ് ബോബി ലാഷ്ലി. ഇനി റോമൻ റെയിൻസിന്റെ മാച്ച് ബാഷ് ഇൻ ബെർലിനിൽ ഉണ്ടാകുമോ എന്ന് നോക്കാം. WWE ആദ്യം ചെയ്ത ഒരു പ്ലാൻ റോമൻ റെയിൻസ് ആൻഡ് കോഡി റോഡ്സ് ഇവർക്കൊരു ടാഗ് ടീം മാച്ചാണ്. പിന്നീട് ആ ഒരു പ്ലാൻ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് കെവിൻ ഓവൻസുമായിട്ട് കോഡി റോഡ്സിന് മാച്ച് വരുന്നത് പോലെ കാണിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റോമന് അവിടെ മാച്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതല്പം ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അതായത് ബാഷ് ഇൻ ബെർലിൻ മെയിനായിട്ട് വേൾഡ് ചാമ്പ്യൻ ഗന്തറിനെ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്റർ പോലും ഗന്തറിന്റെ ഫോട്ടോ വെച്ചാണ് WWE തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ റോമന്റെ മാച്ച് വരുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഗന്തറിന്റെ മാച്ചായിരിക്കും മെയിൻ ഇവന്റ് ആയിട്ട് അവിടെ നടക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് റോമന്റെ മെയിൻ ആയിട്ടുള്ള മാച്ച് സർവൈവർ സീരീസിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇതിനർത്ഥം ബാഷ് ഇൻ ബെർലിനിൽ ഒരിക്കലും മാച്ച് വരില്ല എന്നല്ല, അവിടെ മാച്ച് വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. അതുപോലെ തന്നെ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് റോമൻ പ്രോമോ കട്ട് ചെയ്യാതിരുന്നത്? അത് പ്രതീക്ഷിച്ച് ഷോ കണ്ട ആളുകൾ ചോദിച്ച ഒരു കാര്യമാണിത്. അപ്പോൾ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അടുത്ത സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിന്റെ റിട്ടേൺ ഉണ്ട്. ആ ഒരു റിട്ടേണിൽ റോമൻ റെയിൻസ് ഒരു വേറെ ലെവൽ പ്രോമോ കട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഴ്ചയിലത്തെ സ്മാക്ക് ഡൗണിൽ റോമൻ റെയിൻസ് വെറുതെ ഒന്ന് അറ്റാക്ക് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അടുത്ത സ്മാക്ക് ഡൗണിൽ എന്തായാലും റോമൻ വരും, പ്രോമോ കട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിന് വേണ്ടി കാത്തിരിക്കാം എന്തായിരിക്കും റോമൻ പറയാൻ പോകുന്നത് എന്ന്.